The sky is full of mysteries with the twinkling stars and beautiful moon. All the dreams like twinkle stars. ആകാശം നിറയെ തിളങ്ങുന്ന നക്ഷത്രങ്ങളും മനോഹരമായ ചന്ദ്രനുമാണ്. പക്ഷേ ശാസ്ത്രീയ അന്വേഷണത്തിൽ ആ താരങ്ങൾ തിളങ്ങാത്തവണ്ണം കെട്ടവയാണ്. ആ ചന്ദ്രന് കാണുന്ന മനോഹാരിതയല്ല, അതുകൊണ്ട് കാണുന്നത് വിശ്വസിക്കരുത്, ഉപ്പ് പോലും പഞ്ചസാര പോലെ കാണപ്പെട്ടേക്കാം എന്ന മുഖവുരയോടാണ് ജസ്റ്റിസ് ജെ ഹേമ ആ റിപ്പോർട്ട് തുടങ്ങി വെക്കുന്നത്. ബാക്കി പറയുന്നതൊക്കെയും ഏതെല്ലാം എക്സ്റ്റന്റിൽ ഏതൊക്കെ വൈകൃതങ്ങൾ കൊണ്ട് അഴുകി നാറാമോ അതിനപ്പുറം പുഴുത്തൊരു സംവിധാനമാണ് മലയാള സിനിമ എക്കോസിസ്റ്റം എന്നതാണ്. ആ സിനിമയിലെ എല്ലാ പുരുഷന്മാരെയും അടച്ചാക്ഷേപിക്കേണ്ടതില്ല എന്ന് ജസ്റ്റിസ് ഹേമ എടുത്തു പറയുമ്പോഴും പുറത്തു വന്ന റിപ്പോർട്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ സെൻസർ ചെയ്ത രീതിയിലാക്കിയിട്ടാണെങ്കിൽ കൂടിയും ഇതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മളൊക്കെ കരുതിയതിന്റെ 10 മടങ്ങാണ് അതിന്റെ സ്ത്രീ വിരുദ്ധത. രാക്കാലങ്ങളിൽ ലഹരി ഉന്മാദത്തിൽ നടിമാർ താമസിക്കുന്ന മുറിയുടെ വാതിലിൽ പോയി ആഞ്ഞുമുട്ടുന്ന ആഭാസന്മാരെ കുറിച്ച്, സിനിമയിൽ റോൾ നൽകണമെങ്കിൽ പ്രതിഫലം നിന്റെ ശരീരം എന്ന് നാണമില്ലാതെ ആവശ്യപ്പെടുന്ന ഗോവിന്ദച്ചാമിമാരെ കുറിച്ച്, ഒരു 3/4 മണിക്കൂറിന്റെ കാര്യമല്ലേ ഉള്ളൂ, പരസ്യമായി കിടക്ക പങ്കിടാൻ ആവശ്യപ്പെടുന്നവരെ കുറിച്ച്, ഭവാനി ഒന്ന് മനസ്സിലാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം, സെറ്റിലൊന്ന് മൂത്രമൊഴിക്കാൻ പൊന്തക്കാടുകളും മരത്തിന്റെ മറവും തേടിപ്പോകേണ്ടി വരുന്ന നടിമാരെ കുറിച്ച് ഞങ്ങൾക്ക് മുക്കാറ വന്നു കഴിഞ്ഞാൽ ഒരു മൊന്ത വെള്ളമായിട്ട് ആ കുറ്റിക്കാട്ടി പോയിരുന്നു മുക്കാറ. 233 പേജുകൾ വായിച്ചാൽ പ്രധാന നടനും പവർ ഗ്രൂപ്പും ചേർന്ന് നിയന്ത്രിക്കുന്ന മുടിഞ്ഞ അധോലോക സാമ്രാജ്യം കിട്ടിയില്ല, പൊളിഞ്ഞു വീഴണം എന്ന് ഹൃദയമുള്ള ആരും പ്രാർത്ഥിച്ചു പോകും. മുടിഞ്ഞു പണ്ടാറടങ്ങി കുത്തുപാറ എടുത്തു പോട്ടെ നായിന്റെ മോൻ നശിച്ച് നാറാണക്കല്ലെടുക്കും. ഞാനൊന്നും കണ്ടില്ലെന്നും വായിച്ചില്ലെന്നും പറയുന്ന സാംസ്കാരിക മന്ത്രി മണ്ടന്മാരാക്കുന്നത് ആരെയാണ്? ഈ സ്ത്രീ വിരുദ്ധരായ അക്രമികളായ പ്രാപ്പിടിയൻ ഗുണ്ടാപ്പടയുടെ പേരുകൾ പുറത്തുവിടാൻ, ആ സെക്ഷൽ ഹറാസ്മെന്റുകളടക്കം FIR ഇട്ട് നടപടി സ്വീകരിക്കാൻ ധൈര്യമുണ്ടോ ഇടതുപക്ഷമെന്ന് പറയുന്ന സർക്കാരെ? നിന്നോട്